സംസ്ഥാനം ലഹരിയുടെ പിടിയിലോ? ഞെട്ടലും ആശങ്കയും ഉണ്ടാക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. കൊച്ചുകുട്ടികൾ പോലും ലഹരിയുടെ പിടിയിൽ അമരുന്നു എന്ന റിപ്പോർട്ടുകൾ വേദനിപ്പിക്കുന്നതാണ്. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് നേരത്തെ തന്നെ നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ ഈ മേഖല വീണ്ടും കുപ്രസിദ്ധി നേടുകയാണ്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് എക്സൈസ് വിഭാഗം പുറത്തുവിടുന്നത്. എക്സൈസിൻ്റെ അന്വേഷണത്തിൽ ഒരു പ്രശസ്ത പിന്നണി ഗായികയും 2 യുവ ഗായകരും സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവരാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. യുവനടൻ്റെ കാറിൽ നിന്ന് ലഹരി ഉപയോഗത്തിൻ്റെ തെളിവുകൾ കിട്ടിയെന്നും എക്സൈസ് പറയുന്നു. ഇവരെ ചോദ്യം ചെയ്ത് തെളിവെടുത്ത ശേഷം മാത്രമേ കൃത്യമായ വിവരങ്ങൾ എക്സൈസ് പുറത്തുവിടുകയുള്ളൂ. എക്സൈസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിലാണ് നിലവിൽ ഈ കണ്ടെത്തലുകൾ എത്തിയിരിക്കുന്നത്. നിലവിൽ 10ഓളം ഗായകരാണ് എക്സൈസിൻ്റെ നിരീക്ഷണത്തിലുള്ളത്. സ്റ്റേജ് പരിപാടികളിൽ ഊർജ്ജം ലഭിക്കുന്നതിന് വേണ്ടി പല ഗായകരും ലഹരി ഉപയോഗിക്കുന്നതായി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ പരിപാടികളെ ലഹരി കച്ചവടത്തിനുള്ള അവസരമാക്കി മാറ്റുന്നതായും പരാതികൾ വന്നിട്ടുണ്ട്. ഈ സംശയത്തെ തുടർന്നാണ് എക്സൈസ് അന്വേഷണം തുടങ്ങിയത്. കഴിഞ്ഞ വർഷവും പല നടീനടന്മാർക്കെതിരെയും ലഹരിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നിരുന്നു. സിനിമാ സെറ്റുകൾ ലഹരിക്കാരുടെ കൂടാരമാകുകയാണെന്ന ആരോപണങ്ങൾ നേരത്തെയും ഉയർന്നിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും മലയാള സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. എക്സൈസ് വകുപ്പിൻ്റെ പുതിയ അന്വേഷണത്തിൽ 3 പ്രമുഖ ഗായകരെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടെ ഈ വിഷയത്തിന് കൂടുതൽ പ്രാധാന്യം ഗൗരവവും കൈവരികയാണ്. എന്നാൽ ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാൻ ഇതുവരെയും എക്സൈസ് തയ്യാറായിട്ടില്ല. ഇവർ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നുവെന്നും ലഹരി മാഫിയയുടെ ഭാഗമാണെന്നും സംശയിക്കുന്നു. മുംബൈ ഫിലിം ഇൻഡസ്ട്രിയിൽ നേരത്തെ ഇതുപോലുള്ള സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ മലയാള സിനിമയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുകയാണ്. താരസംഘടന അമ്മ നേരത്തെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ശക്തമായ നടപടി ഉണ്ടായോ എന്നാണ് ചർച്ചയാകുന്നത്. ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ മലയാള സിനിമയുടെ ഭാവി സംരക്ഷിക്കണമെങ്കിൽ ശക്തമായ നടപടികൾ ആവശ്യമാണ്. സർക്കാരും ഫിലിം സംഘടനകളും ചേർന്ന് ലഹരി ഉപയോഗം സിനിമയിൽ ഇല്ലാതാക്കാൻ മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. അതേസമയം കുറ്റം ചെയ്തവരെ നിയമപരമായി നേരിടുകയും നിയമം എല്ലാവർക്കും ഒന്നുപോലെ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും വേണം. ഈ പുതിയ വിവരങ്ങൾ കൂടുതൽ അന്വേഷണങ്ങൾക്ക് വഴി തുറക്കുമോ അതോ സിനിമ മറ്റൊരു വലിയ പ്രതിസന്ധിയിലേക്കാണോ പോകുന്നതെന്നും കണ്ടറിയണം.